മസൂദ് ഇടക്കിടക്ക് നിങ്ങൾ അറിയില്ല. അങ്ങനെ ഒരുപാട് ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ നടന്നത്. ചിലതിലൊക്കെ വൈസ് ചെയർമാൻ ടീം വിളിച്ച ഉണ്ടാവും. അങ്ങനെയുള്ള ആ പഴയ ആൾക്കാർ പിന്നെ പെരുന്നാളിന്റെ ദിവസവും ഈ ഞായറാഴ്ച ദിവസവും ഇവര് മംഗലാപുരത്ത് പിന്നെ പി സിയും ഡോക്ടറും ഒക്കെ വരും. അപ്പൊ ഇവിടെയുള്ള ആൾക്കാരെല്ലാം നമ്മൾ കൂടും. പിന്നെ മായിച്ചാന്റെ കാര്യമായിട്ട് അറിയുന്ന ടീമാക്കിയില്ല. അതൊക്കെ ഈ ഫക്രുദ്ദീന് പി സി ഞാൻ കുറച്ച് മംഗലാപുരത്ത് എല്ലാ വളക്കിനും ഒരുപാട് 13 വിളക്കുണ്ടാണ് പോണം. ശരിക്കും നമുക്ക് പോണ്ടേ, വിളക്കിന് പോണ്ടേ. പി സി നമ്മൾ ഫാമിലി അയച്ചെന്ന് വന്നിട്ടാണ്. ടി വി ഖാദർ, പിന്നെ പകർത്തിന് ചിലപ്പോ കൂടും ടി വി പകർത്തി. അപ്പോ സാധാരണ കുമ്പള വിളക്കിന് വരും. പിന്നെ 2-3 പ്രാവശ്യം ഓർമ്മയുണ്ടാവും. ടി എം കുഞ്ഞി പി സി ഇനിപ്പറ്റി ഒന്നിനുണ്ടായി, പിന്നെ ഉണ്ടായിട്ടില്ല. ഒരു സ്കൂളില് ചേർന്ന് കുറെ ജോക്സും പരിപാടി വന്നിട്ടുണ്ടായിരുന്നു. വിളക്ക് ഇനി വിളക്കിന് അപ്പാടെ ബിൽഡിങ്ങിന് മുകളിൽ, അറബിന്റെ ബിൽഡിങ്ങിന് മുകളിൽ വന്നിട്ട് വിളക്ക് വല്ല വൃത്തി വരും. വല്ലതും പോയിക്കൊണ്ടായിരുന്നു. ഒരുപാട് ബാംഗ്ലൂർ പോയ മുതൽ എല്ലാ കൊല്ലവും വിളക്കിനെടുത്ത് എന്ത് വലിയ ഒരുപാട് അതിനെ ഇതായിക്കൊണ്ടായി. കുറേ ജോക്സും പറയും. പറയിട്ട് മൊട്ട നല്ല ആവേശവും ഭയങ്കരമായിട്ട്. പിന്നൊന്ന് ഇവിടെ ആരും കളി കാണാൻ ചാൻസ് ഇല്ല. ചെരിച്ച കണ്ടിട്ടാണ് ഇച്ചാന്റെ കളി. ഞാൻ കണ്ടില്ല ഇച്ചാന്റെ കളി കിട്ടിയിട്ട് ആമച്ച പറഞ്ഞുണ്ടായിരുന്നു. മായമാഷി ഞാൻ എന്തായാലും ഇതാണ് സ്ഥിരം. ഓഫീസിൽ പോകുമ്പോൾ വിസ്റ്റാന്റെ ചിന്ത ഫുട്ബോൾ തന്നെ. അതിന് ഉറങ്ങുന്നതും കിടക്കുന്നതും എപ്പോ നോക്കുമ്പോ ബീസ്റ്റ ഫുട്ബോൾ ഇല്ലാതെ ഫുട്ബോൾ വായിച്ചാലും വേറെ ഒന്നുമില്ല. ഓരോരുത്തർ കളിക്കുമ്പോഴേക്ക് ഈസ്റ്റാനുമാതിരി കളിക്കുന്ന ആളുണ്ട്, അതിലാച്ചാലും അമ്മസ്ഥാനുമാതിരി അടിക്കുന്ന ആളുണ്ട്, സൂട്ട് വായിച്ചാലും അടിക്കുന്ന ആളുണ്ട്. ഇങ്ങനത്തെ ഓരോരുത്തരെ കമ്പയർ അങ്ങനത്തെ ഒരാളെയും കാണുന്നുണ്ട്. കൊണ്ട് പാരാൻ എത്ര ഗ്രൂപ്പാണ് ഇയാളും ഉണ്ട്. എല്ലാവരും പോണ്ടെന്നുള്ള ഇതിലുണ്ട്. ഇവരെന്ത് പറയുമ്പോഴേക്ക് ഞാൻ ഡെലിവറി ഇല്ല, അത് നടക്കില്ല, അത് അലിയൊക്കെ അല്ല. അപ്പൊ പിന്നെ അതിലൊരു കോംപ്രമൈസ് എത്താൻ ഞാൻ അതിൽ ഉറക്കണം, ഇല്ല അലിയൊക്കെ അല്ല. അപ്പൊ അത്ര എന്നോട് അലീനെ എങ്ങനെയോ അത്തർ പറഞ്ഞ കൈകാര്യം തന്നെ ഞമ്മക്ക് വേണ്ടിട്ട് കളിക്കുന്നത്. അത് ഞാനും അത്തർ സ്പോർട്ടിങ്ങിലാണ് വേറെ ഒക്കെ ഇങ്ങനത്തെ തെളിവ് വന്നു. അല്ല അത് അലിയൊക്കെ അല്ല. എന്നിട്ടാണ് അവസാനം ഞങ്ങൾക്ക് പോണ്ട. സത്യം പറഞ്ഞു എന്തോ കാരണം പറയുന്നു. അല്ല പോയ ശേഷം ഇപ്പൊ എന്നെ വിളിച്ചിട്ട് അല്ല ഈ ഞന്നാട്ടി വലിയ അലിയായി അല്ല മായി മാഷ് പറയുന്നു, അല്ല വേറെ ആരും പറഞ്ഞു ഇതേത് അലി പൊട്ടൻ്റെ അലി അല്ല അലിന്റെ നമ്പർ ഒക്കെ തന്നേ ഞങ്ങൾ വിളിച്ചിരാ. ആശുപത്രി പറഞ്ഞു എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാനൊന്നും എന്നാലും പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളെ കാണികളെ പറ്റിയാണ്. ഫുട്ബോൾ കളിക്കാനേക്കാൾ കൂടുതൽ കാണികൾ അതേപോലെ തന്നെ കുത്തിൽ പോയ അടുത്ത് പോയിട്ട് കുണ്ടിയാട്ടം അതുപോലുള്ള അപ്പൊ ഒരു ആവേശം ഉണ്ടായിരുന്നു കാണികൾക്ക് നോക്കാനുള്ളത്. ഇന്ന് അതില്ല, കാണികൾക്കുള്ള ഒരു ആവേശം ഇല്ല ഇന്ന്. കാരണം അന്ന് നമ്മളെ ടീമിന് പറഞ്ഞാല് പുറത്തുനിന്ന് ഇറക്കുമ്പോൾ വളരെ കുറവായിരുന്നു. ഇല്ലാന്ന് തന്നെ പറയാം. ഒരു നമ്മളെ ടീം മാത്രമേ കളിച്ചിട്ടുള്ളൂ. നമ്മൾ പുറത്തു പോയിട്ട് വേറെ ടീമിനോട് കളിച്ച ഒരു പഴയ ഷൂ, ഒരു പൊട്ടിയ ഷൂ ഇട്ടിട്ടാണ് ഞാൻ ആദ്യം ഗ്രൗണ്ടിലാക്കിയത്. എനിക്ക് അന്ന് ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ ഫുട്ബോൾ മത്സരം കൊണ്ട് കയറ്റിയിരുന്നു. അപ്പൊ എനിക്ക് ആദ്യം ഷൂ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരു പഴയ ഷൂ ആ ഷൂ കൊണ്ട് കയറിയതാണ് ഞാൻ.
അങ്ങനത്തെ ഒരു അനുഭവം. പിന്നെ പ്രസിഡന്റായി. അപ്പൊ ഒരു ഓൾ ഇന്ത്യ ഒരു റെഡ് ലൈറ്റ് ഫുട്ബോൾ ഉണ്ടായിരുന്നു ഇവിടെ തൃക്കരിപ്പൂരല്ലത്, അതിന്റെ ചാമ്പ്യനായി. ആ സമയത്ത് നല്ലൊരു ടൂർണമെന്റ് ആയിരുന്നു. പിന്നെ ദുബായില് നമ്മളെ ഫസ്റ്റ് ISL അത് ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഭവമായിരുന്നു. കാരണം മുഗളാൾക്കാർ മുഴുവനും ഇവിടെ വന്നപ്പോ ISL ദുബൈയില് ഒരു മാസം ഒരു ദുബായ് ഫെസ്റ്റിവൽ പോലെ നമ്മളെ മുഗളാൾക്കാരുടെ ഒരു ഫെസ്റ്റിവൽ തന്നെയായി. അതിൽ മർഹൂം പീസ്റ്റ വരികയും ഏറ്റവും വലിയ ഒരു ആഹ്ലാദം എന്ന് പറഞ്ഞ ഒരു ദുബൈ, മൊഗ്രാലിന്റെ ദുബൈ, ആ ഗ്രൗണ്ട് മൊഗ്രാലിന്റേതായിരുന്നു. അങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് കിട്ടി. അന്ന് മുഗൾ ഫുട്ബോൾ ടൂർണമെന്റ് സാധാരണ കളിക്കുമ്പോൾ തന്നെ ഇന്നത്തെ ടൂർണമെന്റ് കാണാനുള്ള ആൾക്കാർ അന്നേ ഉണ്ടാവും. എല്ലാം അന്ന് കളി കളിക്കാലോ വിലയിരുത്തലോ. അതുപോലെ തന്നെ മുഗൾ സ്പോർട്സ് ക്ലബിന്റെ എവിടെയെങ്കിലും ടൂർണമെന്റ് എവിടെയെങ്കിലും ഫൈനലായിട്ട് കളിക്കാനുണ്ടെങ്കിൽ ഈ നാട്ടിലെല്ലാവരും പിന്നെ ആരും ഉണ്ടാവില്ല, എല്ലാവരും വരും. നമ്മളെ MH പറഞ്ഞ് ബാക്കിലേക്ക് കളിച്ചിട്ടാകുമ്പോൾ ബാക്കിൽ മുഗളിലെ ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ മുഗളിൽ പോയി. MH വിശേഷിച്ചാൽ തരുമോ എങ്ങനെ ഉണ്ടായിരുന്നു MH ഇന്നലെ മുഗൾ വിശേഷം ചേർന്ന് തരും. ഖിയാമെന്ന എന്റെ പിറ്റേ കണക്കില്ല മുഗളിൽ ഒറ്റ ഒരാളുണ്ടായിട്ടാണ് MH. അപ്പൊ അത്രത്തോളം അന്ന് ആ കളിയെ സ്നേഹിച്ച ഒരു കൂട്ടായിരുന്നു മുഗളിലേക്ക് നോക്കുമ്പോ അന്നൂന് അന്ന് ഈ നടുവേദന കർശനായിട്ടുണ്ടായിരുന്നു. ഭയങ്കര നടുവും വരുന്നു. അന്നു നിൽക്കാനില്ല. അപ്പൊ അന്ന് എന്താക്കുന്നതെന്ന് ചോദിക്കുമ്പോ നമ്മളെ പരിപാടി വിളിച്ചാൽ ഒരു 10 പോകുന്നു അന്നൂന് കസാലിട്ട് കൊള്ളിക്കുക. സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ലൈറ്റ് ഒരു ഫുഡ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതും കൂടി കഴിച്ചതിന് ശേഷം എല്ലാവരും പോകും. പിന്നെ കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ആദ്യമായിട്ട് നമ്മുടെ മൊഗ്രാലിൽ നടക്കുകയാണ്. ഇതുവരെ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നടന്നിട്ടുള്ളൂ, 2012 കുമ്പള. അതിനുശേഷം മൊഗ്രാലിൽ നടക്കുകയാണ്. വലിയൊരു ഉത്സവമാണ്. 5000-ഓളം പ്രതിഭകള് മാറ്റിവെക്കുന്നുണ്ട്. ഏകദേശം 10,000-ഓളം ആൾക്കാർ അവരെ കൂടെ വരുന്ന ആൾക്കാർക്കെല്ലാം ഓരോ ദിവസവും ഭക്ഷണം കൊടുക്കണം. 3 ദിവസം പ്രധാനപ്പെട്ട പരിപാടി. അത് 13 സ്റ്റേജുകളിൽ നടക്കുന്ന പരിപാടി. ഒരുപാട് ചെലവുകളുള്ള ഒരു ഉത്സവമാണ്. അതിൽ ആദ്യമായിട്ട് എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സാമ്പത്തികമായിട്ടും അല്ലാത്ത രീതിയിലുള്ള സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വലിയൊരു മേളയെ നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുള്ളൂ. സാന്ദർഭികമായിട്ട് ഞാൻ പറയുന്നതാണ്. ഏതായാലും ഈ ചെറിയ ഒരു സംഗമത്തിൽ സംബന്ധിച്ച അതിൽ തന്നെ വളരെ ദൂരത്ത് നിന്ന് ഈ പ്രായത്തിലും ഇങ്ങനെ അവശതകളൊക്കെ മറന്നിട്ട് ഞങ്ങളെ കൂടെ വന്ന ഷെരീഫ്ച്ച, അതുപോലെ തന്നെ ആസിഫ്, അതുപോലെ തന്നെ എല്ലാവരും ഞാൻ ദൂരത്ത് വന്നവരാന്നവരെ പേരെടുത്ത് പറയുന്നത് ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ പെട്ടെന്ന് നമുക്ക് കിട്ടിയ അഷ്റഫ് അബ്ബാസ്, ബി അബ്ദുല്ല കുഞ്ഞി, ഷുഹൈബ്, അങ്ങനെ എല്ലാ ഒരുപാട് വ്യക്തിത്വങ്ങളെ MP ഇബ്രാഹിം കുറച്ചേ ദൂരത്താണ് വന്നത്. നമ്മളെ നാട്ടുകാരനാണെങ്കിൽ ഇപ്പൊ താമസിക്കുന്നത് ഇപ്പോ 4-ാം മൈലിലാണ്. ഒരുപാട് ആൾക്കാർ എല്ലാവർക്കും ഈ ഗോൾഡൻ ഇയറ ഓഫ് മൊഗ്രാൽ ഫുട്ബോളിന്റെ അങ്ങനെ പ്രത്യേക സംഘാടക സമിതിയൊന്നുമില്ല, കുറച്ചിങ്ങനെ തട്ടിക്കൂടി ഉണ്ടാക്കിയതാണ്. ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അറിയുന്നുണ്ട്. ഉപ്പാന്റെ പോക്കുടിച്ചാണെങ്കിൽ കേരളം അറിയപ്പെടുന്ന ഒരു സഖാവ് മാത്രമല്ല, തറവാടാണ് തലശ്ശേരി. ഓരോ സ്പെഷ്യൽ എന്തായില്ലെങ്കിൽ ഒരു ഈ ജന്മന അന്തനി പതിരന് എന്നൊക്കെ പറയുന്ന പോലെ ജന്മന പാട്ടുകാർ അസമിച്ച് ഞങ്ങളെ പുതിയാപ്പിള തന്നെ പലയിടത്തും ഞങ്ങൾക്ക് തന്നെ ഭാഗ്യം കിട്ടി കേൾക്കാനില്ല. ശരി, മകളായിട്ട് ഞാനും കേട്ടിരുന്നു. സാധാരണ ഗ്രൂപ്പിലും അടക്കം അന്താച്ച സാധകം ചെയ്തിട്ടില്ല, അതുകൊണ്ട് അന്താച്ച പാടുന്നില്ല. നിങ്ങൾ സാധകം ചെയ്തിട്ടില്ല, നിങ്ങൾ പാട്ട് പാടിയാൽ ഞങ്ങൾ പാടുപെടും. तुमसे अच्छा कौन है दिल जिगर लो जान लो हम तुम्हारे हैं सनम तुम हमें पहचान लो वो तुमसे अच्छा कौन है दिल जिगर लो जान लो हम तुम्हारे हैं सनम तुम हमें पहचान लो. അങ്ങനെ നമ്മൾ തീറ്റ മത്സരത്തിലേക്ക് കടക്കുകയാണ്. അണ്ണനോട് തീറ്റ മത്സരത്തിൽ ഏറ്റുമുട്ടാൻ ആരെങ്കിലും ഉണ്ടാ? ബിരിയാണി വരുന്നുണ്ട്.
തീറ്റ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 4ാമത്തെ പ്ലേറ്റിലേക്കാണ് ഇപ്പോൾ അന്താഞ്ഞ് കൈവച്ചിരിക്കുന്നത്. ചിക്കൻ കാലുവേദന അതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ കുത്തു പൊറോട്ട ഇത് കറി കൂടിന് വൈ ഇപ്പൊ കറിയല്ലോ കൂടി പൊറോട്ട കുടിച്ച് കാണുന്നതാണ്. ആശ്വാസം ഉണ്ട്.